Hello, welcome. Welcome to our channel, My Spiritual Journey 1111. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രെയർ ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയതിന് നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓൾറെഡി ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടി, നിങ്ങൾ അത്രയും ഹാപ്പിനെസ്സിൽ ആ ഒരു ദൈവത്തോട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവറിനോട് നിങ്ങൾ താങ്ക് യു പറയുക. ഓക്കെ ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഏഞ്ചൽസ് യൂണിവേഴ്സ്. സോ നമ്മൾ റീഡിങ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ആദ്യം കറന്റ് സിറ്റുവേഷൻസ് പറയാറുണ്ട്. കാരണം ഈ ഒരു കറന്റ് സിറ്റുവേഷൻസ് വഴിയാണ് നിങ്ങൾക്ക് റീഡിങ്സ് നിങ്ങളുടെ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കറന്റ് സിറ്റുവേഷൻസ് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു ജഡ്ജ്മെന്റിന്റെ സ്റ്റേജിൽ നിൽക്കുകയാണ് നിങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും. സോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജി. ഇപ്പം ഇവിടെ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ദൈവത്തിനെ ചെയ്യാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ പവറിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. കാരണം ആ ഒരു സ്റ്റേജിലാണ് കറന്റ്ലി നിങ്ങൾ ഉള്ളത്. ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ റീഡിംഗ് കാണുകയാണ്. നിങ്ങൾക്ക് റീഡിംഗിൽ കൂടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടട്ടെ എന്നുള്ള രീതിക്ക്. ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റിയും തരുന്നില്ല, റീഡിങ്സ് എങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി തരട്ടെ എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ജഡ്ജ്മെന്റ് എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. മേ ബി ഇത് ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കണക്ഷനിൽ ഏത് തേർഡ് പാർട്ടിയാണ് ഉള്ളതെന്ന്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം തേർഡ് പാർട്ടി ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് ഗൈഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി മാരിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. സോ മാരിഡ് പേഴ്സൺ ആകുമ്പോൾ ഓൾറെഡി അത് അവരുടെ ഫാമിലി ആയിരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജീസ്. നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിലും അയാൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ഉണ്ടെങ്കിൽ അതർ സിറ്റുവേഷൻസ്, അതെന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് ആവാം, എന്താണെങ്കിലും ആ ഒരു എനർജിയും ഇവർക്ക് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ അതിൽ ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? പകച്ചു നിൽക്കുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉള്ളത്. ടോട്ടലി അങ്ങ് എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല, ദൈവം എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കറന്റ്ലി. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണ്? ഹൈറോഫന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ, കാർഡ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഹൈറോഫന്റിന്റെ എനർജീസ്, ഫാമിലിയാണ് ഇഷ്യൂസ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും, മാരിറ്റൽ അഫെയർ ആണെങ്കിലും, നിങ്ങൾ നോർമൽ റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇവിടെ ഫാമിലിയാണ് ഇഷ്യൂസ് ആയിട്ടുള്ളത്. ഓക്കെ, മേ ബി റിലീജിയൻ ആവാം ചിലർക്കൊക്കെ, ബാക്ക്ഗ്രൗണ്ട് ആവാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആവാം. ഡിഫറൻസസ് ഇവിടെ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ആ ഒരു ഡിഫറൻസസ് നിൽക്കി ഇവിടെ ഈ ഒരു കണക്ഷൻ ഒരു സ്റ്റേജ് പോലും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം. ഫോർ സം ഓഫ് യു, വളരെ റെയർ ആയിട്ടുള്ള കേസസ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തി സ്പിരിച്വൽ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം. അയാളുടെ അടുത്തേക്ക് ആളുകൾ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവാം. ഇയാളായിരിക്കാം ഫൈനൽ ആയിട്ടൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് സൊല്യൂഷൻസ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടായിരിക്കാം കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ വളരെയധികം നെയിമും ഫെയിമും ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി. സോ വളരെയധികം ഇമേജ് കോൺഷ്യസ് ആണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. അല്ലെങ്കിൽ ഇയാൾ ഏത് റിലീജിയനിലാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു എനർജീനെ കൂടുതലായിട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജിയിൽ കൂടുതൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി. മേ ബി നിങ്ങളുടെ പേഴ്സൺ മേ ബി ക്രിസ്ത്യൻ ആയിരിക്കാം, ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളായിരിക്കാം. മേ ബി അതിന്റെ തന്നെ സ്പിരിച്വൽ ഗൈഡ് ആയിരിക്കാം.
മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ഒരു എനർജി. ഓക്കെ, എനിക്കിവിടെ സ്പെസിഫിക് മെസ്സേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് ഒന്നിനെയും കൂടുതലായിട്ട് എടുത്തു പറയത്തില്ല എന്നുള്ളത്. സോ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലായിരിക്കാം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്. മീറ്റ് ചെയ്തു, നിങ്ങൾ ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലായി, ചാറ്റിംഗ് തുടങ്ങി, കണക്റ്റഡ് ആയി. ഇപ്പം കണക്ഷനിൽ രണ്ട് സിറ്റുവേഷൻസ്, എൻഡിങ്ങിന്റെ എനർജീസാ, ഒരു കംപ്ലീഷൻ എനർജീസാ, ഒരു സർക്കിൾ എൻഡ് ആയിട്ടുണ്ട്, ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. സോ ഒരു ന്യൂ സൈക്കിൾ, ഇനിയിപ്പോ ഒരു ന്യൂ സൈക്കിൾ അവിടെ ഒരു സൺ റേസ് ചെയ്യുമോ എന്നുള്ളൊരു ഹോപ്പ് ഇല്ല നിങ്ങൾക്ക്, അത് നിങ്ങളുടെ പേഴ്സണും ഇല്ല. ഇപ്പം ഇവർ തേർഡ് പാർട്ടി ഇവിടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇവർ തേർഡ് പാർട്ടിയിലും നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്, ഇവരുടെ ഫാമിലിയിലും നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ്, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നോക്കുമ്പോൾ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, ഫാമിലി ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. അതേസമയം ഈ ഒരു വ്യക്തിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ്. പക്ഷെ ഫാമിലി എന്ന് പറയുന്നത് അതിവിടെ അവർക്കുള്ള അതിന്റെ ആ ഒരു എനർജി, അത് വിട്ടുപിടിക്കാൻ പറ്റുന്നില്ലാത്തൊരു എനർജിയാണ്. കാരണം ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇയാൾ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കോളേജ് ലെക്ചർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം. ഓക്കെ, കിങ് ഓഫ് കോയിൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മാരിഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി മാരിഡ് അല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നന്നായിട്ട് ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഫാമിലി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വ്യക്തിക്ക്. ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു എനർജി. സാക്രിഫൈസ് ചെയ്യണോ? ഓക്കെ ഫൈൻ, സാക്രിഫൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യും ഫാമിലിക്ക് വേണ്ടിയിട്ട്. ഇയാൾക്ക് ഇയാളുടെ ഇമോഷൻസിനെ കഴിഞ്ഞും ഫീലിങ്സിനെ കഴിഞ്ഞും ഇയാൾക്കുള്ള നീഡ്സിനെ കഴിഞ്ഞും ഇഷ്ടങ്ങളെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി ഇയാളുടെ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കും അറിയാം ഈ ഒരു വ്യക്തി മാരിഡ് ആണ്, പിള്ളേരുണ്ട്, കുട്ടികളുണ്ട്, എന്നിട്ടും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫോർ സം ഓഫ് യു, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫാമിലിയിൽ തന്നെ മൂത്ത മോനായിരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷോൾഡറിലായിരിക്കാം അവിടുത്തെ ബേർഡൻസും കാര്യങ്ങളും, ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിലായിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇതൊരു വളരെ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് വളരെ സ്ലോ 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 മൂവ്മെന്റ്, പറയില്ലേ റൈറ്റ് ഡയറക്ഷനിലേക്ക് സ്ലോ സ്റ്റെപ്പുകളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞുകൊടുത്ത ഒരു എനർജീസ് ആണ്. ഒരു കാര്യവും പെട്ടെന്ന് 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 തീരുമാനം എടുക്കാനായിട്ടോ അതിലേക്ക് പെട്ടെന്ന് പോകാനായിട്ടോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത് നോക്കിയിട്ട് അതിന്റെ ഡയറക്ഷനിൽ, ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മെന്റാലിറ്റി ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കുള്ള ആ ഒരു ബേർഡൻസ് കൊണ്ടിട്ട് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല, അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ, ചില സമയത്ത് ലൈറ്റ് വരും, ചില സമയത്ത് ലൈറ്റ് പോകും. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ആണ് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. പിന്നെ നമുക്കിവിടെ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് വന്നിട്ടുണ്ട്, എയർ സൈൻ. ഇവിടെ 5 നമ്പർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന നമ്പർ ആണ് 5 നമ്പർ എന്ന് പറയുന്നത്. ചേഞ്ചിനെ കാണിക്കുന്ന ഒരു എനർജി. നിങ്ങൾ മേ ബി റെയിൻബോ കാണുന്നുണ്ടാവാം, റീസെന്റ് ആയിട്ട് നിങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഗൈഡൻസ് വാങ്ങിച്ചിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഗൈഡൻസ് ചെയ്തിട്ടുണ്ടാവാം, ഗൈഡൻസ് മേടിച്ചിട്ടുണ്ടാവാം. മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇതിൽ ആരോ വളരെയധികം സ്പിരിച്വൽ ആണ് റീഡിംഗ് കാണുന്നതിൽ. നല്ല രീതിക്ക് നിങ്ങൾ സ്പിരിച്വൽ ആണ്, നിങ്ങൾക്ക് വിശ്വാസമാണ് ആ യൂണിവേഴ്സൽ പവറിൽ. എന്ത് സംഭവിക്കുന്നു അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ.
ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിലും ഇയാൾ നിങ്ങളുടെ അടുത്ത് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, സോൾ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സോൾമേറ്റ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയി ഒരു വ്യക്തി കാണുന്നുള്ളത്. പക്ഷെ ഇവരെന്നുള്ള ഒരു വ്യക്തിയായിട്ട് ഇവർ പലപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഇവരുടെ മൈൻഡിൽ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേസമയം ഫാമിലിയുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും ഇവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയിൽ അത് വല്ലാത്തൊരു കംഫോർട്ട് സോണാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി. അത് ഈ ഒരു വ്യക്തിക്ക് ക്ലിയർ ആയിട്ടറിയാം. നിങ്ങളെ കുറിച്ച് എപ്പോൾ ചിന്ത വരുന്നോ അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം അതവിടെ സേഫ് സോണാണ്, അല്ലെങ്കിൽ കംഫോർട്ട് സോണാണ് നിങ്ങളെന്ന് പറയുന്നത്. എന്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കംഫോർട്ട് സോൺ. നല്ല രീതിക്ക് അട്രാക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ പറയില്ലേ, ലവേഴ്സിന്റെ കാർഡായിരുന്നു നമുക്ക് ബോട്ടംസിൽ വന്നത്. പക്ഷെ എങ്കിൽ ആ ഒരു കാർഡ്സ് എപ്പോഴും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനുപരി, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ്, ലവ് എന്നതിനുപരി നമുക്കതിലൊരു കൺഫ്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക്. പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, യെസ്റ്റർഡേ നൈറ്റ് കോഴ്സ് പ്ലീസ്. മാജിഷ്യൻ, സോറി ഹാങ്ഡ് മാൻ ആയിരുന്നു കേട്ടോ. ഫൂളിന്റെ എനർജീസ് ആണ്. നിങ്ങൾ 24/7 ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. നമുക്കത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ ഇമ്മച്ചുവർ എനർജീസിലാണ് നിന്നിട്ടുള്ളത്. പക്ഷെ മൂവ് ചെയ്യണം, നിങ്ങളോട് ഇഷ്ടമുണ്ട്, ഇവർക്ക് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയിലാണ് ഒരു വ്യക്തി ഉള്ളത് ഇവിടെ. പക്ഷേ ഹോപ്പ് ഉണ്ട് ഇവർക്ക്, ഈ ഒരു കണക്ഷൻ പോകത്തില്ല, നിങ്ങൾ തിരിച്ച് റിട്ടേൺ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു ഹോപ്പൊക്കെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്കുണ്ട്. നമുക്കതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റിന്റെ കാർഡ് വന്നിരിക്കുന്ന കണ്ടോ, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കാർഡ് ഒരുമിച്ച്, ജസ്റ്റിസും ജഡ്ജ്മെന്റും. ഇവർക്കറിയാം നിങ്ങൾ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാൻ മേല. കൺഫ്യൂസ്ഡ് ആണ് ടോട്ടലി. എംപ്രസ്, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഹാങ്ഡ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സ്ട്രെങ്ത്, ഓക്കെ. 6 ഓഫ് കപ്സ്, മെജീഷ്യൻ കാർഡ്. ഓക്കെ, ഞാൻ ഇതിന്റെ വായിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെജീഷ്യന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. 4 ഓഫ് സോർട്സിന്റെ എനർജീസ് ആണ് ബോട്ടംസിൽ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. 4 ഓഫ് സോർട്സ്, ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ജെമിനി, ലിബ്ര, അക്വേരിയസ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ലിറ്റിൽ ബിറ്റ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജി, വാട്ടർ സൈൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങളെ കുറിച്ച് എപ്പോൾ ചിന്തിക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ക്ലാരിറ്റി ഇല്ല. ഇവർ മാക്സിമം ഇവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാനും കൺട്രോൾ ചെയ്ത് വെക്കാനും ഇവർക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ കുറെ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടാവാം. ആ ഒരു മെസ്സേജ് ഒക്കെ ഈ ഒരു വ്യക്തി സീൻ ചെയ്യുന്നുണ്ട്. അതിന് റിപ്ലൈ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി എന്താ ഡിലീറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ആള് അത്ര ഹൈഡിങ്ങിന്റെ എനർജിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ ഒരു ഫുൾഫിൽമെന്റ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വരാതിരിക്കുന്നത്. അല്ലാതെ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ അല്ലാതിരിക്കുന്നതുകൊണ്ടല്ല. നിങ്ങൾ നിങ്ങളുടെ പവറിലാണ് ഉള്ളത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലെറ്റ് ഗോ ചെയ്യുക. ഞാനൊരു പ്രിഡിക്ഷൻ ടൈം പറയുന്നത് 6 മന്ത്സിന് ഒരു വ്യക്തി കണക്ട് ആകും എന്ന് ഞാനൊരു ഇപ്പോൾ ഒരു ടാരോട്ട് കാർഡ് റീഡർ ആണെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങൾ ആ ഒരു 6 മന്ത് വെയിറ്റിംഗിലാണ്. ആ ഒരു വ്യക്തി റിട്ടേൺ വരുമല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വെയിറ്റിംഗിലാണ്. എപ്പോഴും വെയിറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക. ലെറ്റ് ഗോ ചെയ്യാന്നുള്ള ഒരു എനർജിയാണ്. ലെറ്റ് ഗോ, മൂവ് ഓൺ അല്ല കേട്ടോ. ലെറ്റ് ഗോ എന്ന് പറയുന്നത് മൂവ് ഓൺ തമ്മിലും വ്യത്യാസമുണ്ട്. മൂവ് ഓൺ മീൻസ് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അത് തിരിച്ചു വരും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുന്നു. സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ റീകൺസിലേഷൻ ആണെങ്കിലും പോസിബിൾ ആവത്തുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം ഞാനൊരു ഷുഗർ കോട്ട് റീഡിംഗും ചെയ്യാറില്ല, ഉള്ളതുപോലെ തന്നെ പറയാറുണ്ട്. അപ്പം ഇവിടെ പിന്നെ ഇതൊരു ജനറൽ റീഡിംഗും ആണ്. സോ ലെറ്റ് ഗോ ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസിനെ ലെറ്റ് ഗോ ചെയ്യുക. അത് ഭയങ്കര പാടാണ്.
പക്ഷെ എന്നാലും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഹൈ ആവുന്നല്ല. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഡെയിലി ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം നമ്മൾ സെൽഫ് ലോ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ലോ ഓൾറെഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വർക്ക് ആവുന്നുണ്ടാവും. ഇത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലോ ഹൈ ആവുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അട്രാക്ട് ആവുന്നുണ്ടാവും. പലരും ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇതിലൊരു പ്രത്യേകിച്ച് റിസൾട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ട്രൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൽഫ് ലോ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ സ്റ്റിൽ അതിൽ ഹാങ്ഡ് ആണ്, ആ ഒരു കണക്ഷനിലല്ല, ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഹാങ്ഡ് ആണ്, സ്റ്റക്ക് ആണ്. പിന്നെ നിങ്ങൾ എന്ത് ടെക്നിക്സ് ചെയ്തിട്ടും കാര്യമില്ല. പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ടിരിക്കാന്ന് മീൻസ് അയാളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. കണക്ഷനെ കുറിച്ചൊരു ടോട്ടലിൽ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളിൽ ഫോക്കസ് ആയിട്ടിരിക്കുക. ആ ടൈമിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ നിങ്ങളെ ഗൈഡ് ചെയ്യല്ല, ഞാൻ ആ ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടല്ലേ കാര്യമുള്ളൂ. ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ആവും. പിന്നെ ഇവിടെ ഈ ചാനലിൽ ഒരു ടെലിപ്പതി ഉണ്ട്, ഒരു ടെലിപ്പതി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജസിന്റെ ലിങ്ക് അല്ലെങ്കിൽ അത് ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടെലിപ്പതി മെസ്സേജ് അയക്കുന്നത് പേഴ്സണിന് വേണ്ടിയിട്ട് അത് ഭയങ്കര പവർഫുൾ ആണ്. അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എത്ര കോണ്ടാക്ട് ഇല്ലാത്തവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ റിലേഷൻഷിപ്പിൽ പേഴ്സണിന് വേണ്ടിയിട്ടോ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടുത്തെ എനർജീസ് ആണെങ്കിലും നിങ്ങളെ കുറിച്ചിട്ട് ഒത്തിരി അധികം തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വ്യക്തിനായിട്ട്. നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഒത്തിരി അധികം കാര്യങ്ങൾ ഇവരുടെ മൈൻഡിലുണ്ടായിരുന്നു. ഓക്കെ, മേ ബി നിങ്ങളോട് ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മാരി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും ഈ ഒരു വ്യക്തി. പക്ഷെ നിങ്ങളെ മാരി ചെയ്തിട്ടില്ല, നിങ്ങളെ ഇപ്പം ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങളെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങളെ ആക്കിയിട്ടിട്ട് ആ ഒരു വ്യക്തി നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ ഹാങ്ഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. 6 ഓഫ് കപ്സിന്റെ എനർജീസ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു എനർജി, ആ ഒരു സ്നേഹം അതിപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇനി വീണ്ടും ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം കാണിക്കുവോ, അതോ അതെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ഒരു ചിന്തയും ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരാറുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ. ഈ ഒരു വ്യക്തിയുടെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സിൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഒത്തിരി അധികം ഈ ഒരു വ്യക്തി മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുക, മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സ്റ്റക്കാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ. ബട്ട് ഇവിടെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുക്കുക, ടൈം കൊടുക്കുക, ഫോഴ്സ് ചെയ്യാതിരിക്കുക ഒന്നിനു വേണ്ടിയിട്ടും. ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോവുക. നിങ്ങളുടെ പേഴ്സൺ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിറ്റുവേഷൻസ് എങ്ങനെയാണോ അത് അങ്ങനെ അങ്ങ് പോട്ടെ, പിന്നെ ഓക്കെ ആക്കാം, സോർട്ട് ഔട്ട് ചെയ്യാം, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ എന്നുള്ള ഒരു എനർജിയിലാണ് ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാതൊന്നും ഈ ഒരു വ്യക്തി ഇരിക്കുന്നില്ല, പക്ഷെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ. കിങ് ഓഫ് പോയിന്റ്സിന്റെ എനർജീസ് ആണ്, അങ്ങനെയാണ് കാണിക്കുന്നുള്ളത്. എനിക്കൊരു കുലുക്കോ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി ആയിരിക്കും ഇവർ കാണിക്കുന്നുള്ളത്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഇവർക്ക് നല്ല രീതിക്ക് കുലുക്കമുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നന്നായിട്ട് കൊള്ളുന്നുണ്ട്, നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് അതിനെ. പക്ഷെ ആ ഒരു ഇമോഷൻസിനെ അങ്ങ് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. കിങ് ഓഫ് പെന്റിക്കിൾ എപ്പോഴും വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈഗോയിസ്റ്റിക് ആണ്, ആരോഗൻസ് ആണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ എത്രമാത്രം ട്രൈ ചെയ്യുന്നു അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളുടെ മൈൻഡ് ഓർമ്മ വരുമ്പോൾ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും, മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഇവിടെ ഉള്ളത് കേട്ടോ. നിങ്ങളെ കുറിച്ചുള്ള തിങ്കിങ് ചിന്ത വരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും, വർക്ക് ഫോക്കസ് ചെയ്യും. ലേറ്റ് നൈറ്റ് ഒക്കെ വരെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ജോലികൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ. കാരണം ഇവർ വെറുതെ ഇരുന്നാൽ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മ വരും, അതുകൊണ്ട് ഇവർ ഇപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും.
നിങ്ങളുടെ പേഴ്സൺ റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതിന്റെ പുസ്തകമൊക്കെ വായിക്കാനായിട്ടോ ബുക്കൊക്കെ വായിക്കാനായിട്ടോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹയറോഫന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി അധികം അറിയാം ആൾക്ക് സിറ്റുവേഷൻസിൽ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നിൽക്കണം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ ലെറ്റ് ഗോ ചെയ്യാനോ സിറ്റുവേഷൻസിനനുസരിച്ച് നിൽക്കാനായിട്ടോ പാടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൽ പാടുണ്ട്. പലപ്പോഴും നിങ്ങളൊരു മദർ ലവ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഇയാൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് ഈ ഒരു വ്യക്തി പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലാത്തൊരു എനർജി. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് ആയിട്ടൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരും എന്നാണ് എനിക്കിവിടെ ഓവറോൾ എനർജിയിൽ ഫീൽ ചെയ്യുന്നത്. കാരണം ജഡ്ജ്മെന്റ് ആണ് പ്രോഗ്രസ്സിലാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രോഗ്രസ് നമ്മൾ പറയില്ലേ, യൂണിവേഴ്സിന്റെ കയ്യിലാണ് ഈ ഒരു കണക്ഷന്റെ ഔട്ട്കം വരുന്നുണ്ടാവുക. യൂണിവേഴ്സ് ഇതിലൊരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ പേഴ്സണും സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലാണ്. നിങ്ങളും അത് തന്നെ ആയിരിക്കണം. യൂണിവേഴ്സ് ആണ് ഇവിടെ വിധിക്കാനുള്ളത്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന രീതിക്കായിരിക്കും ഇവിടെ കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. നമുക്കത് പ്രിഡിക്ട് ചെയ്ത് പറയാൻ ഒക്കത്തില്ല ഇന്ന കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന്. നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അതായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻ റിട്ടേൺ ഈ ഒരു കണക്ഷനിൽ തരുന്നുണ്ടാവുക. കാരണം ഇവിടെ മെജിഷ്യന്റെ കാർഡ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റിന്റെ കാർഡ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രെയർ ചെയ്യുന്നു. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ദെൻ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യുക. ബിക്കോസ് റീഡിങ്സ് കിട്ടുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. മാം വീഡിയോ ഇട്ടോ ലിങ്ക് തരുമോ എന്നുള്ളത്. ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല, കാരണം നമ്മളിങ്ങനെ ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ എനിക്ക് ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.